കർത്താവിന് മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവസാന്നിധ്യത്തിൽ വന്ദനം. ഇന്ന് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോദ്യത്തിനും ഒരു തിരുവെഴുത്തിന്റെ ഭാഗത്തിനും വിശദീകരണത്തിനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും പ്രയോജനപ്രദവുമായ ഒരു സത്യമായിരിക്കും. അത് മറ്റൊന്നല്ല, 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? ഈ വാക്യം പല നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രോക്സി ബാപ്റ്റിസം എന്ന് പറയാം. അതായത് അവർക്ക് വേണ്ടി പകരം ജീവിച്ചിരിക്കുന്ന ഒരാൾ സ്നാനമേൽക്കുന്നു. ലോകത്തിലെ പല മതങ്ങളിലും ഇതിനോട് അനുബന്ധമായ ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ട് എന്നത് എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവർക്ക് അറിവുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ ഇതെന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ഞാനൊരു കമൻട്രി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി അല്ല ഈ വീഡിയോയുടെ വന്നത്. കാരണം തിരുവെഴുത്തുകളുടെ യാഥാർത്ഥ്യങ്ങൾ വിശുദ്ധ സഭയിൽ എത്തണം എന്ന അതിയായ വാഞ്ച കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വചനങ്ങളെല്ലാം തന്നെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. കാരണം ധാരാളമായ കളങ്കിതമായ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹമായിരിക്കുന്നത് എന്നത് വസ്തുനിഷ്ഠമായ കാര്യം. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ പ്യൂരിറ്റി ഓരോ വിശ്വാസ സമൂഹത്തിൻ്റെയും അടിത്തറയായി മാറേണ്ടത് കൊണ്ടും അത് വരും കാലത്ത് തലമുറകൾക്ക് വിശ്വസനീയമായി തോന്നും വേദപുസ്തകത്തെ, അതും മുൻപിൽ കണ്ടുകൊണ്ടാണ് ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിട്ടും നമ്മളിത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചുപോയവർക്ക് വേണ്ടി ആരെങ്കിലും പോയി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നതാണോ? നദികളിൽ മുങ്ങി സ്നാനപ്പെടുന്നതാണോ? നമുക്കറിയാം, ഹിന്ദുക്കൾ നമ്മുടെ ഇവിടെ ബലിയർപ്പണം, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ സംഭവിക്കുകയുണ്ടായി. ഈ നദിയിലും സമുദ്രത്തിലും ഒക്കെ പോയിട്ട് അവർ തങ്ങളുടെ പൂർവികർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതും മറ്റും വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുന്നതും ഒക്കെ നമുക്ക് അറിവുള്ള വസ്തുതയാണ്. അതുകൊണ്ട് അപ്പം ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനവും അതുപോലെ വല്ലതുമാണോ എന്ന് പൗലോസിന്റെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കാം. അദ്ദേഹം ചോദിക്കുന്നത്, അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? അപ്പൊ അവിടെ മരിച്ചവർക്ക് വേണ്ടി ആരോ സ്നാനമേൽക്കുന്ന പോലെ ഒരു തോന്നലുണ്ട്. മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? അപ്പം ആ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ നിശ്ചയമായിട്ടും തോന്നും, മരിച്ചവർ ഉയർക്കുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനാ സ്നാനമേൽക്കുന്നത് അവർക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ സ്നാനമേൽക്കുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന, താങ്ങുന്ന നിലയിൽ തൻ്റെ പ്രസ്താവന പോകുന്നോ എന്നൊരു സംശയം നമുക്കുണ്ട്. വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ആ വചനഭാഗത്തേക്കൊന്ന് പോവുകയാണ്. നമുക്കറിയാം, മോസ്റ്റ് ഡിഫിക്കൽട്ട് വേഴ്സ്, വളരെ തെറ്റിദ്ധരിക്കപ്പെടുകയും വളരെ കഠിനമാണ്, വിശദീകരിക്കാൻ പാടുള്ള ഒരു വേദവാക്യമാണിത്. സോ ഇത് എന്താണെന്ന് ആദ്യം നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. എന്താണ് ഈ ബാപ്റ്റിസം? ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ തന്നെ ഇമേഴ്സ് ചെയ്യുക. ഗ്രീക്ക് വാക്ക് ഈ ബാപ്റ്റിസം എന്നൊക്കെ വാക്ക് തന്നെ നമ്മുടെ ആളുകൾ ഇംഗ്ലീഷിൽ കൊണ്ടുവന്ന് മനഃപൂർവ്വം അതിൻ്റെ അർത്ഥം കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൃത്യമായ നിലയിൽ ഇംഗ്ലീഷിൽ ആ ഗ്രീക്ക് പരിവർത്തനം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇമേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ നിമജ്ജനം ചെയ്യുക എന്നാണ് പറയേണ്ടത്. ഗ്രീക്കില് ആ വേർഡിന്റെ അർത്ഥം, ഗ്രീക്കിന്റെ വേർഡ് എന്ന് പറയുന്നത് ബാപ്റ്റിസ്മ എന്നാണ്. അതിൽ നിന്നാണ് ഈ ബാപ്റ്റിസോ വന്ന ബാപ്റ്റിസോ. അതായത് ഇതിന് ഐഡിയ ഓഫ് ഡിപ്പിങ്, ഇമേഴ്സിങ്, വാഷിങ്, അതുപോലെ തന്നെ ബീങ് ഐഡന്റിഫൈഡ് വിത്ത് സംതിങ്, ഇങ്ങനെയുള്ള പല അർത്ഥങ്ങളുണ്ട്. അപ്പം നമ്മളൊരു കല്ല് കൊണ്ടുവന്ന് വെള്ളത്തിനകത്ത് ഇടുക, അതിനെയാണ് ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഫുള്ളി ആ വെള്ളത്തിലേക്ക് നിമജ്ജനം ചെയ്യുക, ഇമേഴ്സ് ചെയ്യുക. എന്നാൽ പുതിയ നിയമത്തിൽ അത് മാത്രമല്ല സ്നാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്.
മെറ്റഫറിക്കലി സ്നാനത്തെ കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുമ്പോൾ മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വന്നു, നിങ്ങൾക്ക് ഞാൻ കുടിക്കുന്ന കപ്പ്, ആർ യു ഏബിൾ ടു ഡ്രിങ്ക് ദ കപ്പ് ദാറ്റ് ഐ ഡ്രിങ്ക്, ഞാൻ കുടിക്കുന്ന കപ്പ് നിങ്ങൾക്ക് കുടിപ്പാൻ കഴിയുമോ? ഓർ ടു ബി ബാപ്റ്റൈസ്ഡ് വിത്ത് ദ ബാപ്റ്റിസം വിത്ത് വിച്ച് ഐ ആം ബാപ്റ്റൈസ്ഡ്, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾക്ക് ഏൽക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ കുടിക്കുന്ന കപ്പ് നിങ്ങൾക്ക് കുടിപ്പാൻ കഴിയുമോ? അതുപോലെ ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾക്ക് ഏൽപ്പാൻ കഴിയും. ഇത് യേശുക്രിസ്തു ഇനി ഒരിക്കൽ കൂടെ യോർദാനിൽ പോയി സ്നാനം ഏൽക്കുന്നതിനെ കുറിച്ചല്ല പ്രസ്താവിക്കുന്നത്. മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന് അടുത്ത ചില ദിവസങ്ങൾക്കകത്ത് സംഭവിപ്പാൻ പോകുന്ന കഷ്ടപ്പാടുകളുടെയും സങ്കടത്തിൻ്റെയും വേദനയുടെയും മരണത്തിൻ്റെയും പ്രതീകമായിട്ടാണ് യേശുക്രിസ്തു ആ ബാപ്റ്റിസത്തെ കണ്ടത്. തൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രസ്താവ്യമായിരുന്നു അത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അവിടെ ബാപ്റ്റിസം എന്ന് പറയുന്നത് കടലിലോ സമുദ്രത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നദിയിലോ പോയി മുങ്ങുക എന്ന അർത്ഥമല്ല, മിക്വേ എന്നുള്ള അർത്ഥമല്ല. മറിച്ച് എന്താണ്? ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ സഫറിങ്സ്, ഈസ് കമ്മിങ് സഫറിങ് ആൻഡ് ഡെത്ത്. കർത്താവിൻ്റെ കഷ്ടപ്പാടുകളും മരണത്തെക്കുറിച്ചാണ് അത് പ്രസ്താവിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 12:20 ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ലൂക്കോസ് 12:20 കർത്താവ് പറയുന്ന മറ്റൊരു വാക്യം ഇങ്ങനെയാണ്. 12:50 കേട്ടോ, ഐ എം വെരി സോറി. 12:50 ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്തിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാൻ ഉണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. എനിക്കൊരു സ്നാനം ഏൽക്കാൻ ഉണ്ട്. ഐ ഹാവ് എ ബാപ്റ്റിസം. എനിക്കൊരു ബാപ്റ്റിസം ഉണ്ട്. ഐ ഹാവ് എ ബാപ്റ്റിസം ടു ബി ബാപ്റ്റൈസ്ഡ് വിത്ത്, ആൻഡ് ഹൗ ഡിസ്ട്രസ്ഡ് ഐ ആം അൻറ്റിൽ ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. അത് സാധ്യമാകുന്നത് വരെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഞെരുങ്ങുകയാണ് എന്ന് യേശുക്രിസ്തു പറയും. അത് കർത്താവ് വാസ്തവത്തിൽ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ ബാപ്റ്റിസം അല്ല. ഇവിടെ ബാപ്റ്റിസം ക്യാൻ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് ഇമേർഷൻ ഇൻ ടു സഫറിങ്. ആ വരാൻ പോകുന്ന കഷ്ടതയിൽ, മരണത്തിൽ, ആ ഉടമ്പടി സംബന്ധമായ ന്യായപ്രമാണ സംബന്ധമായ മരണത്തിൽ കർത്താവ് പങ്കാളിയായി ഐഡന്റിഫൈ ചെയ്ത് അതിൽ മുഴുകുക എന്ന ഒരർത്ഥമാണ് ഇവിടെ ബാപ്റ്റിസം കൊണ്ട് യേശു അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പം ബാപ്റ്റിസം, സ്നാനം എന്ന് കേൾക്കുമ്പോൾ ഉടനെ എല്ലാവരും ഒട്ടനെ പച്ചവെള്ളത്തിലെ സ്നാനം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. അത് ക്രിസ്തീയ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് കേട്ടോ. ഈ ചിലർ ചോദിക്കാറുണ്ട്, ഈ വാട്ടർ ബാപ്റ്റിസത്തിന്റെ ഓതന്റിസിറ്റി എന്തോ, അതിന്റെ ആവശ്യകത. അത് ഞാൻ ഒരു വാക്കിലങ്ങ് പറയാം, വിശദീകരണം പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണെന്നാണല്ലോ നമ്മളെല്ലാവരും പറയുന്നത്. ഈ വെള്ളത്തിലെ സ്നാനത്തിൽ മാത്രം പൊരുളും നിഴലും വരാത്ത എന്താ? നിഴലായി തന്നെ എപ്പോഴും ചെയ്യുന്നത്. കാരണം പഴയ നിയമത്തില് സ്നാനം ആരംഭിക്കുന്നത് നമുക്ക് ഫ്രം ദ ബിഗിനിങ് മുതൽ കാണാൻ പറ്റും. അതിൻ്റെ പ്രത്യക്ഷമായത് ലേവ്യ പുത്രന്മാരെയും പുരോഹിതന്മാരെയും വാഷ് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് മുക്കിയാണോ പൊക്കിയാണോ തെളിച്ചാണോ എന്ന് നമുക്ക് അവിടെ വ്യക്തമല്ല. എങ്കിലും കൃത്യമായിട്ട് ചില വേദവാക്യങ്ങളുടെ ആധാരമായിട്ട് പഠിച്ചാൽ മുഴുകുക എന്ന അർത്ഥം തന്നെ അവിടെയുണ്ട്. മുക്കുക, പ്രത്യേകിച്ച് പുരോഹിതന്മാരെയൊക്കെ ശുദ്ധീകരിക്കുന്ന കർമ്മം മിക്വേ എന്ന് പറയും. അതവിടെ റെഗുലറായിട്ടുണ്ട്. പല പ്രാവശ്യം അവർ സ്നാനപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ യാഗങ്ങൾക്കും മുമ്പ് അവർക്ക് ബാപ്റ്റിസം ഉണ്ടായിരുന്നു. പച്ചവെള്ളത്തിൽ മുഴുകുക, ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ അത് മുൻപോട്ട് വന്ന് യോഹന്നാൻ വന്നിട്ട് യോഹന്നാനെ ദൈവം സ്നാനമേൽപ്പിക്കാനായിരിക്കും. ഞാൻ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ചുള്ള മുമ്പ് നമുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. കർത്താവ് യേശു ക്രിസ്തു വന്ന് സ്നാനമേൽക്കുമ്പോൾ ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുക എന്ന് പറയുന്ന ആ വിഷയത്തെ സംബന്ധിച്ച് മെസ്സേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ ദയവായിട്ടത് കഴിയുമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഭാഗത്തിടാവുന്നതാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷന്റെ ഭാഗത്തുണ്ട്, ബോക്സ് അല്ല. ഓക്കെ, അപ്പൊ ബാപ്റ്റിസം എന്ന് പറയുന്നത് നിഴലാണ്. അവിടെ പച്ചവെള്ളത്തിൽ മുക്കുക എന്നുള്ളത് നിഴലാണ്. യോഹന്നാൻ അതുകൊണ്ടാണ് പറഞ്ഞ, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും.
എൻ്റെ പിന്നാലെ വരുന്നവൻ ആത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും, ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇപ്പൊ നമ്മുടെ ചില മഹാന്മാര് ബിരുദന്മാരെന്ന് പറഞ്ഞുകഴിയുമ്പോൾ തീയുടെ സ്നാനം എന്ന് പറയുന്നത് വേറെയല്ല, ആത്മസ്നാനവും വേറെയല്ല, ഇത് രണ്ടും ഒന്നാണ്. ആത്മാവാകുന്ന തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നായി. വാസ്തവത്തിൽ ക്രിസ്തു പറഞ്ഞെന്നറിയോ, ഒന്നുകിൽ നിങ്ങൾ ആത്മസ്നാനം സ്വീകരിക്കണം, അല്ലെങ്കിൽ അതിന് തൊട്ടു പുറകെ തീ കൊണ്ടൊരു സ്നാനം വരുന്നുണ്ട്. അത് ജഡ്ജ്മെന്റ് ആണ്, ന്യായവിധിയാണ്. സംശയമുള്ളവർ അതിന് താഴെയുള്ള വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 3:11 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതി. അവിടെ വേറെ തീയുണ്ട്. ആ തീ പരിശുദ്ധാത്മാവൊന്നുമല്ല. കെടാത്ത തീയിലിട്ട് കത്തിച്ച് കളയെന്ന് പറയുന്നത് കെടാത്ത തീയായ പരിശുദ്ധാത്മാവല്ല, അക്ഷരികമായ ജഡ്ജ്മെന്റ്. അപ്പൊ രണ്ട് കാര്യമാണ് കർത്താവ് ചെയ്യുമ്പോൾ. ഒന്ന്, നിങ്ങളെ ആത്മാവിൽ ഇമേഴ്സ് ചെയ്യും. ആത്മാവിൽ തന്റെ തിരുശരീരത്തിന്റെ ഭാഗമായി, പുതുനിയമത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമായി സഭയിലേക്ക് ഇമേഴ്സ് ചെയ്യും, ശരീരത്തിലേക്ക്. അങ്ങനെ സാധിക്കാത്ത, അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കാത്തവരെ എന്ത് ചെയ്യാൻ പോവാണ്? തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും, കത്തിക്കും, ന്യായവിധി വരുന്നു എന്നാ അതിന്റെ അർത്ഥം. പിന്നെ നമ്മുടെ ബിരുദന്മാർ അതിനെ ആത്മാവാകുന്ന തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുക എന്നല്ലാതെ വേറെ വലിയ ലക്ഷ്യമൊന്നുമില്ല. പിന്നെ ഇവരാരും പറയുമ്പോൾ അതൊരു കബളിപ്പീരായിട്ട് തോന്നത്തില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കേമത്വം എന്ന് പറയുന്നത്. അതിനകത്തെ ആ മിടുക്ക് എന്ന് പറയുന്നത്, ഈ ആളുകൾ പറഞ്ഞു വരുമ്പോൾ അത് ഭയങ്കരമായിട്ടും ദൂതം കൊണ്ട് കൊടുത്താണെന്ന് തോന്നിപ്പോകും. അതിനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ അവർക്ക് ധാരാളമുണ്ട്. ഇപ്പം ഞാനൊക്കെ ചില സത്യങ്ങൾ പറഞ്ഞാൽ അത് സത്യമാണെന്ന് പോലും തോന്നത്തില്ല. കാരണം എനിക്ക് അങ്ങനെ ഈ പറഞ്ഞങ്ങോട്ട് നിങ്ങളെ അത്ര വലിയ ബിരുദൊന്നും എനിക്കില്ല, അതുകൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പൊ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത് ആക്ച്വലി നിഴലും, ആത്മസ്നാനം എന്ന് പറയുന്നത് പൊരുളുമാണ്. പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിയെ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് പച്ചവെള്ളത്തിൽ മുങ്ങുന്നതിനെ കുറിച്ചല്ല, അത് വെറും സിംബോളിക്ക് മാത്രമാണ്. പച്ചവെള്ളത്തിൽ മുങ്ങുമ്പോഴാണോ ഞാൻ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നത്? അങ്ങനെയാണോ 1 കൊരിന്ത്യർ ലേഖനം 12:13 പറഞ്ഞിരിക്കുന്നത്? ആത്മാവ് ഏക ശരീരത്തിലേക്ക് നമ്മെ എന്ത് ചെയ്യിക്കുന്നു? ആത്മാവിനാൽ സ്നാനം ഏൽപ്പിച്ചിരിക്കുന്നു, ഇമേഴ്സ് ചെയ്തിരിക്കുന്നു. കാരണം ക്രിസ്തുവിന്റെ മാർഗം കർമ്മമാർഗമല്ലെന്നേ. ഒരാൾ എഴുന്നേറ്റ് ഒരാൾ വെള്ളത്തിലോട്ട് ഇറങ്ങി എന്നെ പിടിച്ച് മുക്കി എങ്കിൽ മാത്രം ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നെങ്കിൽ ഇത് കർമ്മമാർഗമാണ്. ഇത് വിശ്വാസമാർഗമാകുന്ന എങ്ങനെ? പിന്നെ നമ്മൾ അതിന്റെ കൂടെ വിശ്വാസ സ്നാനം കൂടി പേര് വിടും. പച്ചവെള്ളത്തിൽ ഒരാൾ മുങ്ങുന്ന വിശ്വാസ സ്നാനമാണ്. വിശ്വാസ സ്നാനം ആത്മസ്നാനമാണ്. ഞാൻ കൂടുതൽ ഇപ്പോൾ അതിനെ വിശദീകരിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് സാവധാനം കൊണ്ടുവരണം. കാരണം ഇത് കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകളായി സഭയ്ക്കകത്ത് കിടക്കുന്ന വലിയ പ്രശ്നമാണ്. കൊച്ചിനെ മുക്കണോ, വലിയവനെ മുക്കണോ, മുതിർന്നവനെ മുക്കണോ, അറിവുള്ളവനെ മുക്കണോ, അറിവില്ലാത്തവനെ മുക്കണോ, ജ്ഞാനസ്നാനം എന്നാ തമിഴിൽ പറഞ്ഞു. ജ്ഞാനം ഉള്ളവനെ സ്ഥാനപ്പെടുത്തണോ, ജ്ഞാനം ഇല്ലാത്തവനെ സ്ഥാനപ്പെടുത്തണോ, തളിക്കണോ, കൊടിയുടെ കീഴിൽ കൂടെ പോകണോ, മുക്കണോ, എന്തൊക്കെയോ വഴക്ക. എന്താന്ന് പോലും ഇവർക്ക് പിടിയിട്ടിട്ട്. ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇമേഴ്സിംഗ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പച്ചവെള്ള സ്നാനത്തെക്കാൾ 1 കോടി മടങ്ങ് അതിനേക്കാൾ വാല്യുബിൾ ആണ് ആത്മസ്നാനം എന്താണെന്ന് ആദ്യം പഠിക്കുക. അതും ഇവിടെ നാശിപ്പിച്ചു വെച്ചേക്ക് പെന്തിക്കോസ് ലോകം. എങ്ങനെ? അന്യഭാഷാ ഭാഷണത്തോടു കൂടി, അടയാളത്തോടു കൂടി ആത്മസ്നാനം. അങ്ങനെ ഒരു ആത്മസ്നാനം ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തട്ടിക്കൂട്ട് ഉപദേശമാണ്. ഇവിടെ ചോദിക്കാനും പറയാനല്ല. ഈ മൂക്കില്ല രാജ്യത്തെ മുറിമുക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ രാജാവ് നഗ്നനാന്ന് പറയാൻ ഇവിടെ ആരില്ല. അന്യഭാഷ അടയാളത്തോടു കൂടി ആത്മസ്നാനം എന്ന് പറഞ്ഞ സ്ഥാനം ഉണ്ടോ ബൈബിളിൽ? അങ്ങനെയെങ്കിൽ പിന്നെ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? എല്ലാവരും അന്യഭാഷ പറയുന്നുവോ? എന്റെ അർത്ഥം എന്താ? പറയാത്തവരുണ്ടെന്നല്ലേ? അവർക്ക് ആത്മസ്നാനം കിട്ടിയിട്ടില്ലേ? എന്തെങ്കിലും അപ്പൂപ്പം പഠിപ്പിച്ചു വെക്കും. അത് ഇവിടുത്തെ കുറെ മുമ്പേ പോകുന്ന എന്തുവാ ഒരു സാധനം ഉണ്ടല്ലോ, മുമ്പേ പോകുന്നതിന്റെ പുറകെ എല്ലാം പോകുന്നു പറഞ്ഞു പോലെ പുറകെ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി എന്തുവാന്ന്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാപ്റ്റിസം എന്ന് പറയുന്നത് പല നിലയിലുണ്ട്. സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം തന്നെ പറയുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വിടുക. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞത് എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട്. അതൊരിക്കലും തന്റെ പച്ചവെള്ളത്തിലെ സ്നാനമല്ല. സഫറിങ്സ്, ഡെത്ത് ആൻഡ് കവനന്റ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ പീപ്പിൾ ദോസ് ഹു ആർ ഇൻ സിൻ. പാപത്തിലായിരിക്കുന്ന ഉടമ്പടിയുടെ ജനത്തോട് താതാത്മ്യപ്പെടുത്തുന്ന ഒരു അനുഭവമാണിതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. റോമാലേഖനം 6-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ വി ആർ ബറീഡ് ദെയർഫോർ വിത്ത് ഹിം ത്രൂ ബാപ്റ്റിസം ഇൻടു ഡെത്ത്. അവന്റെ മരണത്തോട് പങ്കാളിയാകുവാൻ നമ്മൾ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. മരണത്തിൽ പങ്കാളിയാകും. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഫോർ
as many of you are were baptized into Christ have put on Christ. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു സ്നാനത്താൽ എന്ന് നമ്മൾ കാണും. സോ ഇതൊരു റിലീജിയസ് സെറിമണിയാണ് വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത്. അതിനകത്ത് എൻ്റർ ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, മരിക്കുന്നു, ഉയർക്കുന്നു, അതിനുശേഷം എന്തോ പുതിയ ഒരു ഉടമ്പടിയിലേക്ക് വരുന്നു. ഇത് നമുക്ക് റോമാലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ ബാപ്റ്റിസം ഇമേഴ്സ്. ആക്ച്വലി ലിസൺ ടു മീ, ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റോമൻസ് ചാപ്റ്റർ 6 പറഞ്ഞിരിക്കുന്ന ബാപ്റ്റിസം ഇസ് നോട്ട് വാട്ടർ ബാപ്റ്റിസം. ഇത് ഭയങ്കര ഒരു വലിയ കോൺട്രവേഴ്സിയുള്ള കാര്യമാണ്, ഡിബേറ്റബിൾ ആണ്, ആളുകളുടെ തർക്കമുണ്ട്. ഇപ്പൊ വേണേ ഒരു വർഷം താഴെ വന്നിട്ട് അതങ്ങനെയല്ല എന്നൊക്കെ പറയും. ശരിയായിക്കോ, കുഴപ്പമില്ല. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം എന്ന് പറയുന്നത് ഇസ് എ ബാപ്റ്റിസം of the Holy Spirit, immersing into Christ, not into water. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ക്രിസ്തു പച്ചവെള്ളമാണോ? അല്ല. ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേൽക്കണമെങ്കിൽ you must have the baptism of the Holy Spirit, the immersion of the Holy Ghost. Holy Ghost is immersing into the body of Christ. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇനി കൊരിന്ത്യ ലേഖനത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മരിച്ചവർക്ക് വേണ്ടി ആരെങ്കിലും അവിടെ സ്നാനപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് മറ്റ് മതങ്ങളിൽ കാണുന്ന പോലെ ഒരു ബാപ്റ്റിസം ഉണ്ടോ? അതോ മറ്റെന്തെങ്കിലും കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ ഒന്ന് നോക്കണം. നോക്കി, ബൈബിൾ തന്നെ പോക്കുക കേട്ടോ. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഇനി താഴെ പറയുന്നു, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ കോണ്ടെക്സ്റ്റ്, പ്രീടെക്സ്റ്റ് ഒക്കെ നോക്കുക, മുമ്പും താഴെയൊക്കെ നോക്കണം. ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിൽ ആകുന്നത് എന്തിന്? അപ്പം മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്, അവർ ഉയർക്കുന്നില്ലെങ്കിൽ എന്ന് ചോദിച്ചിട്ട് തൊട്ടടുത്ത് പറയണം, ഞങ്ങളും നാഴികതോറും എല്ലാ മണിക്കൂറുകളിലും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? അടുത്ത, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. അപ്പം നേരത്തെ പറഞ്ഞ ആ സ്നാനത്തിന്റെ തൊട്ട് താഴെ പറയുന്നത് തങ്ങൾ എന്ത് ചെയ്യുന്നു? ദിനം മണിക്കൂറുകളോളം പ്രാണഭയത്തിലിരിക്കുന്നു. സഫറിങ്സിലാണ്, അവർ ഭയത്തിലാണ്. എന്നിട്ട് സഭയെ നോക്കിയിട്ട് പറയും, നിങ്ങൾ ഞങ്ങളുടെ പ്രശംസയാണ്, ഞങ്ങൾ ദിവസവും മരിക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞു സഫറിങ്സ്, ഡെത്ത് എന്ന് പറയുന്നതും ബാപ്റ്റിസവുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. ഓക്കെ. അപ്പൊ ഞങ്ങൾ ദിനം പ്രതി മരിക്കുന്നു. അപ്പൊ ആ മരണത്തെ നമ്മൾ നേരത്തെ യേശുക്രിസ്തു പറഞ്ഞ വാക്കുമായി ചേർന്ന് പഠിക്കുമ്പോൾ എന്താ മനസ്സിലാക്കണം? എനിക്കൊരു സ്നാനമേൽക്കാനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു കഷ്ടം സഹിക്കാനുണ്ട്, എനിക്കൊരു മരണം സഹിക്കാനുണ്ട്. അപ്പൊ അതേ കോണ്ടെക്സ്റ്റ് നമ്മൾ ഇവിടെ എടുക്കണം. വേർഡ് ഓഫ് ഗോഡിൽ പൗൽ പറഞ്ഞു, ഞങ്ങൾ ദിനം പ്രതി മരിക്കുന്നു, ഞങ്ങൾ നാഴികതോറും പ്രാണഭയത്തിലാണ്. തീർന്നിട്ടില്ല. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന് വരികിൽ എനിക്കെന്ത് പ്രയോജനം? ഞാൻ അവിടെ വെച്ച് എന്ത് ചെയ്തു? മൃഗയുദ്ധം ചെയ്തു. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മരിച്ചവർക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന ആ പ്രത്യാശ നിമിത്തം ഞങ്ങൾ എന്ത് ചെയ്യാണ്? ദിനം പ്രതി മരിക്കുന്നു. എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്യുന്നു. ഇനി ഈ മൃഗയുദ്ധം എന്താണെന്ന് നമ്മളൊന്ന് ഒന്ന് വിശദീകരിക്കാൻ ഞാനൊന്ന് ശ്രമിക്കാം. അതിനെക്കുറിച്ച് ഒരുപാട് വേദപണ്ഡിതന്മാർ പറയുന്നത്, നമുക്കറിയാം, ഈ റോമ സാമ്രാജ്യത്തില് ക്രിമിനലുകളെയും അടിമകളെയും കുറ്റവാളികളെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വൈൽഡ് ആനിമൽസുമായിട്ട് അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയും അതിനോട് മല്ലയുദ്ധം നടത്താനും അല്ലെങ്കിൽ പോർ വിളിക്കാനും അല്ലെങ്കിൽ അതിനോട് കൂടെ മൃഗയുദ്ധത്തിന് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ വായിച്ചത്, എന്തുവാ, ഫോർട്ട് വിത്ത് ബീസ്റ്റ്, അതായത് ബീസ്റ്റ് ഫൈറ്റിംഗ് എന്ന് പറയും. റോമൻ വേൾഡിൽ അതൊരു സാധാരണ സംഭവം. പ്രിസണേഴ്സ്, സ്ലേവ്സ്, അല്ലെങ്കിൽ മറ്റു ചില ആളുകളെ, അവരെ കുറ്റം ചെയ്യുന്ന ആളുകളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് ഉൾപ്പെടുത്തുക പതിവായിരുന്നു. അപ്പം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇതുപോലെ ഏതോ ഒരു മൃഗത്തിന്റെ മുമ്പിൽ പോയി യുദ്ധത്തിന് വിട്ടു, അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ ഇങ്ങനെ
അവിടെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു റോമൻ തിയേറ്റർ ഉണ്ട്, വലിയ വലിയ ആൾക്കൂട്ടം വരുന്ന വലിയ സംഘം കൂടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയി അപ്പോസ്തലനായ പൗലോസിനെ ഒരു മൃഗത്തിന്റെ മുമ്പിൽ യുദ്ധത്തിന് വിട്ടു എന്ന് നമുക്ക് ഒരിക്കലും ഹിസ്റ്റോറിക്കലി യാതൊരു തെളിവുമില്ല. എന്നാൽ ഇതൊരു ഫിഗറേറ്റീവായിട്ട് സംസാരിക്കുന്ന നമുക്ക് വിശുദ്ധ ബൈബിളിൽ ഒരിടത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഉദാഹരണം പറയാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ എഫെസോസ് സഭയിലെ എൽഡേഴ്സിനോട് താൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളെ വിട്ടുപോയാൽ ആഫ്റ്റർ മൈ ഡിപ്പാർച്ചർ ഫിയേഴ്സ് വൂൾസ് വിൽ എൻ്റർ അമംഗ് യു എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ പിരിഞ്ഞാൽ ആര് വരും? ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞാൽ കോഴിയെ പിടിക്കുന്ന നമ്മുടെ നാട്ടിലെ കുറുക്കം വരുമെന്നല്ല, മനുഷ്യരെ ഉദ്ദേശിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതുള്ളത് യാഥാർത്ഥ്യമുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മൾ എഫെസോസിൽ വലിയ പ്രതിസന്ധികൾ അപ്പോസ്തലനായ പൗലോസ് അനുഭവിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് അർത്തമീസ് ദേവിയുടെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അവിടെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന സിൽവർ സ്മിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, വെള്ളി കൊണ്ടുള്ള ബിംബങ്ങളൊക്കെ നിർമ്മിക്കുന്ന ധാരാളം ആളുകൾ അവിടെ അവരുടെ കച്ചവടമാണ്. ക്രാഫ്റ്റ്സ്മാൻ ധാരാളം ഉണ്ട്. അപ്പൊ ഈ സുവിശേഷം വന്ന നിമിത്തം വിഗ്രഹാരാധന വിട്ട് ജനം വെളിയിൽ വരുമ്പോൾ ഈ ചെമ്പുപണിക്കാരുടെയും അല്ലെങ്കിൽ ഈ വെള്ളി കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ ആലയം സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ക്ഷേത്രം സംബന്ധിച്ച് ജീവിക്കുന്നവരുടെ എല്ലാം തൊഴിലിനെ അത് ബാധിക്കാൻ തുടങ്ങി, എക്കണോമിയെ ബാധിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി ഈ അർത്തമീസ് ദേവി വലിയതാണ്, ഗ്രേറ്റ് ഈസ് അർത്തമീസ് ഓഫ് എഫെസോസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കുന്ന ചിത്രം നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പം ഇവരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് വളരെ നിലയിൽ ഉപദ്രവത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രതിസന്ധികളുടെ ഘട്ടങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് എഫെസോസിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ മൃഗയുദ്ധം താൻ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ പൊരുളെന്ന് പറയുന്നത് ഒരിക്കലും പോയി ഏതോ കാട്ടുമൃഗത്തിന്റെ കൂടെ യുദ്ധം ചെയ്തെന്നല്ല മനുഷ്യൻ, മറിച്ച് വയലന്റ് ഹ്യൂമൻ ഒപ്പോണൻസ്, അത്രയേ ഉള്ളൂ. അപ്പൊ നിരമ്പ്രതി ഈ ജനങ്ങൾ, മൃഗങ്ങളെ പോലെയുള്ള മനുഷ്യർ, വളരെ ക്രൂരന്മാരായ മനുഷ്യരുടെ മുമ്പിൽ താൻ മൃഗയുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ, താൻ കഷ്ടം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ, മരണഭയത്തിലായി എന്ന് പറഞ്ഞാൽ, ദിനംപ്രതി മരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എഫെസോസിൽ അനുഭവിച്ച കഷ്ടതയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ ആ ഭാഗം വിടുക. ഓക്കെ, അത് മൃഗയുദ്ധം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള മൃഗയുദ്ധം അല്ല എന്ന കാര്യം കൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരണം. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, ഇവിടെ വാസ്തവത്തിൽ കൊരിന്തിലെ ഏതൊക്കെയോ ആളുകൾ പോയി പച്ചവെള്ളത്തിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെട്ടു എന്നതല്ല ഇതിന്റെ അർത്ഥം. അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും കൂടുതൽ ഉപദ്രവം സഹിച്ചത് യഹൂദന്മാരിൽ നിന്ന്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം, 26-ാം അധ്യായം, 25-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അവിടെ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്ന പ്രത്യാശയെക്കുറിച്ച് പലവരും സംസാരിക്കുന്നു. അതുനിമിത്തം തന്നെ സദൂക്യരും പരീശന്മാരും തമ്മിൽ കലഹം ഉണ്ടായിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറയുന്ന സദൂക്യർ ഉപദ്രവിക്കാനായിട്ട് വരികയും ഉണ്ടെന്ന് പറയുന്ന പരീശന്മാർ തമ്മിൽ ഭിന്നതയുണ്ട്, ഒക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വിശ്വസിക്കുന്നവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പ്രത്യാശ, അതുനിമിത്തമുണ്ടാകുന്ന പ്രതിസന്ധികൾ മാത്രമല്ല, ഈ സുവിശേഷം നിമിത്തം, ആ ഉയർപ്പിന്റെ സുവിശേഷം നിമിത്തം താൻ പോകുന്ന ഇടങ്ങളിലെല്ലാം താൻ എന്ത് ചെയ്യുക? പ്രാണഭയത്തിലും മരണത്തിലും പ്രതിസന്ധിയിലും കഷ്ടതയിലുമായിരിക്കുന്നു എന്ന കാര്യം താണ്ടെ ഇവിടെ കൊരിന്ത്യ സഭയെ ഓർമ്മിപ്പിക്കുക. അപ്പൊ നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? ദിവസേന മരിക്കുന്നു. എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന് വരികിൽ എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ. അപ്പൊ ഇവിടെ താന് ഈ വയലന്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഒപ്പോണൻസിനോട് എതിർത്ത് നിന്നത്, ഉപദ്രവം സഹിച്ചത്, വേദന സഹിച്ചത്, പ്രാണഭയത്തിലായത്, ദിനംപ്രതി മരിച്ചത്. നമ്മളിത് 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിലും പറഞ്ഞു, ഞങ്ങൾ ദിനംപ്രതി മരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം ഇത് സംഭവിച്ചത്, ഈ അവസ്ഥയിലൂടെ താൻ പോയത് മരിച്ചവർ ഉയർക്കുന്നു എന്ന പ്രത്യാശയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്ന പ്രതീക്ഷയുടെ മുമ്പിലാണ് ഞങ്ങൾ ഈ കഷ്ടതകളെല്ലാം സഹിച്ചത്.
മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? കേവലം മനുഷ്യർ ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഇത് ഒരിക്കലും അവിടെയുള്ള ഏതോ വിശ്വാസികളോ അവിശ്വാസികളോ പോയി ചെയ്തതല്ല. ഇത് പൗലോസും തന്റെ കൂടെയുള്ളവരും അനുഭവിക്കുന്ന കഷ്ടത എന്ന സ്നാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ മൃഗയുദ്ധം ചെയ്തത്? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ ദിനം പ്രതി മരിക്കുന്നത്? ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കഷ്ടത എന്ന പ്രാണഭയം എന്ന ഈ സ്നാനത്തിലൂടെ ഞങ്ങൾ എന്തിനു പോകണം? ഇതാ എന്റെ പ്രിയപ്പെട്ടവർ ഈ വചനത്തിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഇവിടെ ഗംഗാനദിയിൽ പോയി മുങ്ങുന്നതും പമ്പാ നദി മുങ്ങുന്നതും നമ്മുടെ ഇവിടെ ശിവഗിരിയിൽ അവിടെ പോയി മുങ്ങുന്നതും വർക്കല പാപനാശം ആ കടൽ തീരത്ത് പോയി മുങ്ങുന്നതിനെ കുറിച്ചൊന്നുമല്ല. ഇത് സഫറിംഗ് ആണ്, കഷ്ടതയാണ്, വേദനയാണ്. മരിച്ചവർ ഉയർക്കുന്നതിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ പ്രതികൂലങ്ങളെ സഹിക്കാൻ, പ്രശ്നങ്ങളെ സഹിപ്പാൻ, കഷ്ടത സഹിപ്പാൻ, മരണം പോലും സ്വീകരിപ്പാൻ തയ്യാറാകുന്നതിന്റെ കാരണം അതൊരു ബാപ്റ്റിസമാണ്. സോ we need to learn the Bible from the Bible. We need to വേദപുസ്തകം കൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ പൊരുൾ മനസ്സിലാക്കേണ്ടത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങൾക്ക് ഇതൊന്ന് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. ഒരിക്കലും ഇത് അവിടെ കൊരിന്തിലുള്ള ഏതോ അർത്തമീസ് ദേവിയുടെ വിശ്വാസികൾ കാണിക്കുന്ന കാര്യപരിപാടിയല്ല. ഇത് ആക്ച്വലി സഫറിംഗ് ആണ്, കഷ്ടതയാണ്, വേദനയാണ്. കഷ്ടത എന്ന സ്നാനം, മരണം എന്ന സ്നാനം, അത് യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. അപ്പോസ്തലന്മാർ അത് തന്നെയാണ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. ഞങ്ങൾ എന്തിന് പ്രാണഭയത്തിലാകുന്നു, എന്തിന് മരിക്കുന്നു, എന്തിന് ഞങ്ങൾ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു, അത് മാനുഷികം എന്ന് വരികിൽ എന്ത് പ്രയോജനം? മരിച്ചുയർക്കുന്നില്ലെങ്കിൽ തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ എന്ന് പറയുന്ന അവസ്ഥ, ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് resurrection, because we are suffering for that hope. ഞങ്ങൾ ദിനംപ്രതി മരിക്കുന്നു എന്തിന്? ഞങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു ഉറപ്പുണ്ട്, മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കാൻ പോകും. മഹാദൈവവും നമ്മുടെ കർത്താവുമായവൻ തിരുവെഴുത്തുകളെ നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് കമന്റിൽ വരിക, മറ്റുള്ളവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. ഈ സത്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.